നമ്മൾ പഠിക്കാത്തൊരു പാഠമല്ല, നമുക്കറിയാത്തൊരു പാഠമല്ല. പക്ഷേ ആ പാഠത്തിൽ നിന്ന് നമ്മൾ അതിൻ്റെ മുന്നോട്ടുള്ള കാര്യങ്ങൾ പഠിച്ചിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഡിസ്യൂണിറ്റി ആൻഡ് കവോസ് ഡിസ്ട്രോയ് എവരിതിങ്. അതാണ് ഒരു പാഠം. ഐക്യത്തോടെ നിൽക്കുന്നില്ലെങ്കിൽ, അരാജകത്വം നമ്മൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ എല്ലാം നശിക്കും. അതൊരു വലിയ സത്യമായിട്ട് നിൽക്കുകയാണ്. അതിൻ്റെ ഒരു ചരിത്രം ഞാൻ പെട്ടെന്ന് പറയുകയാണ്. കത്തോലിക്ക സഭയെ സംബന്ധിച്ച് നമ്മൾ വേദനയോടെ ഓർക്കുന്ന ഒരു വലിയ വിഭജനം 1054 നടന്ന ഗ്രേറ്റ് സ്കിസമാണ്. അതിൻ്റെ പശ്ചാത്തലത്തിലാണ് സഭ ഈസ്റ്റേൺ ഓർത്തഡോക്സ് ചർച്ച്, വെസ്റ്റേൺ ലാറ്റിൻ ചർച്ച് ഒരു വലിയ ഡിവിഷൻ ഉണ്ടായത്. 1054 പ്രതിസന്ധിയെക്കുറിച്ച് നമ്മൾ ഇന്ന് പഠിക്കുമ്പോൾ ആ പാഠം അന്ന് സംഭവിച്ച അതേപടി ഒരു വ്യത്യാസമില്ലാതെ നമ്മുടെ പരിസരത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ട് പ്രധാനപ്പെട്ട വ്യക്തികൾ ഈ ഗ്രേറ്റ് സ്കിസത്തിൽ ഉണ്ടായിരുന്നു. ഒന്ന് പാട്രിയാർക്ക് മിഖായേൽ ചെറുലാരിയൂസ്. അദ്ദേഹം 1000 മുതൽ 1054 വരെയുള്ള കാലഘട്ടം. പേപ്പൽ ഡെലഗേറ്റ് കാർഡിനൽ ഹംബർട്ട് ഓഫ് സിൽവ കാൻറ്റിഡ. ഈ രണ്ടു പേരാണ് ആ സ്കിസത്തിലേക്ക് നയിച്ച കാര്യങ്ങളൊക്കെ. വിശ്വാസത്തെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ നമ്മൾ ഇന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ വളരെ ലളിതമെന്ന് കരുതുന്ന കാര്യം. നമ്മൾ ഫീലിയോക്കെ എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പരിശുദ്ധാത്മാവ് വരുന്നു എന്ന ഒരു വിശ്വാസ പ്രമാണത്തിലേക്ക് ഒരു അഡീഷൻ വന്നപ്പോൾ അത് ആ നിലപാട് ഞങ്ങൾക്ക് സ്വീകരിക്കാൻ പറ്റിയല്ല. നമ്മൾ ഓർക്കണം, ഇന്നത് ചിന്തിക്കുമ്പോൾ നമുക്ക് വളരെ ലളിതമായിട്ട് തോന്നുന്നു. ആ വിഷയം എത്തിച്ചത് എവിടെയാണെന്നറിയാവോ? നമ്മൾ ഇന്ന് ഓർക്കണം പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ സഭയിൽ കാണുന്ന അതേ പ്രതിസന്ധിയിലേക്കാണ്. ഒരു വേദനയോടെ നമ്മൾ ഓർക്കുന്ന കൈവിട്ടുപോയ ഹാഗിയ സോഫിയ. അത് ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ്. ഹാഗിയ സോഫിയ പോലെ മനോഹരം ഒരു ദേവാലയം ഉണ്ടായിട്ടില്ല. എംപറർ ജസ്റ്റീനിയനാണ് ഈ ദേവാലയം ഉണ്ടാക്കുന്നത്. ഈസ്റ്റേൺ റോമൻ എംപയറിന്റെ പ്രൗഢിയിലേക്ക് എത്തുകയാണ്. 16,000 കോടി രൂപ മുടക്കി 10,000-ലേറെ ആളുകൾ ഏറ്റവും മികച്ച ആർക്കിടെക്റ്റിനെ ഉപയോഗിച്ച് 100-ലേറെ മേൽനോട്ടക്കാരായി നിന്ന് 5 വർഷം കൊണ്ട് പൂർത്തിയാക്കിയ ഹാഗിയ സോഫിയ. ഹാഗിയ സോഫിയയുടെ നിർമ്മാണം കഴിഞ്ഞപ്പോൾ ജസ്റ്റീനിയൻ എംപയർ കരങ്ങൾ ഉയർത്തി പള്ളിക്കകത്തെന്ന് പറഞ്ഞു, സോളമ, നിന്നെ ഞാൻ തോൽപ്പിച്ചു. അതിന്റെ വ്യാഖ്യാനം നമുക്ക് ആവശ്യമില്ല. ഈ പ്രപഞ്ചത്തിൽ മനോഹരമായ ഹാഗിയ സോഫി പോലെ ഒരു ദേവാലയം ഉണ്ടായിട്ടില്ല. ഇതാ പ്രതിസന്ധി മുന്നോട്ട് പോവുകയാണ്. പാട്രിയാർക്ക് ചെറുലാരിയൂസ് വളരെ കടുംപിടുത്തക്കാരനായിരുന്നു. അദ്ദേഹം ഈ ഹാഗിയ സോഫിയ ദേവാലയത്തിൽ ഓൾട്ടറിൽ വെച്ച് അദ്ദേഹം ഡിവൈൻ ലിറ്റർജി നടക്കുന്ന സമയത്ത് പേപ്പൽ ഡെലഗേറ്റ് ആയിരുന്ന ഹംബർട്ട് അദ്ദേഹം അനുയായികളൊപ്പം വരികയാണ്. ആ സമയത്ത് ഹാഗിയ സോഫിയുടെ ഓൾട്ടറിൽ ഒരു പേപ്പൽ ബുൾ അദ്ദേഹം പ്ലേസ് ചെയ്ത് വെച്ചു. ആ പേപ്പൽ ബുൾ എന്താണെന്നറിയാവോ? പാട്രിയാർക്കിനെയും സംഘത്തെയും എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു പേപ്പൽ ബുൾ ആയിരുന്നു. ഉടനെ ചെറുലാരിയൂസ് അതുപോലെ തന്നെ പ്രവർത്തിച്ചു. അദ്ദേഹം സിനഡ് കൂടി ഹാംബർട്ടിനെയും പേപ്പൽ ഡെലഗേറ്റിനെയും എക്സ്കമ്മ്യൂണിക്കേറ്റ് ചെയ്തു. ഹാഗിയ സോഫിയയുടെ ബലിപീഠത്തിൽ നിന്നാണ്, നമ്മളെ സങ്കടപ്പെടുത്തുകയാണ്, ആ ബലിപീഠത്തിലാണ് ആ എക്സ്കമ്മ്യൂണിക്കേഷൻ നടന്നത്. പിന്നീട് നമ്മൾ മനസ്സിലാക്കുന്നു 92% ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്ന കോൺസ്റ്റാന്റിനോപ്പിൾ ഇന്ന് എവിടെയാണ്? ഇന്ന് 2% പോലും ആളുകളില്ലാതെ. നമ്മൾ ഓർമ്മിക്കണം പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മുടെ സാന്നിധ്യം എന്താണ്? മനോഹരമായ പ്രപഞ്ചത്തിൽ ഉണ്ടാക്കിയിരിക്കപ്പെട്ടിരിക്കുന്ന ദേവാലയങ്ങളിൽ വെച്ച് ഏറ്റവും സുന്ദരമായിരുന്ന ഹാഗിയ സോഫിയ ഇന്ന് അതൊരു മോസ്കായി മാറി നമ്മുടെ ഉള്ളിൽ വലിയ സങ്കടമായിട്ട് നിൽക്കുകയാണ്. ഇതിന്റെ വ്യാഖ്യാനം ആവശ്യമില്ല. ഈ ചരിത്ര സംഭവം ഓർപ്പിച്ചത് അന്ന് ഹാംബർട്ടും ചെറുലാരിയൂസും ഇവരെ കുറിച്ച് പറയുകയാണ്. ഹാംബർട്ട് കടുംപിടുത്തക്കാരനായിരുന്നു. ഒരു ഡിപ്ലോമസി അയൽവക്കത്തോടെ പോകാതിരുന്ന ആളായിരുന്നു. ചെറുലാരിയൂസിനെ കുറിച്ച് പറയുന്നത് അദ്ദേഹം പേപ്പൽ അധികാരത്തെക്കാളും തന്റെ അധികാരിയാണെന്ന് കരുതുകയും അല്പം പോലും ഒരു മയവില്ലാതെ കാര്യങ്ങളെ സമീപിച്ച ആളുമായിരുന്നു.
ചെറിയ ചർച്ചയിൽ അവസാനിക്കാമായിരുന്ന കാര്യം നമ്മുടെ സഭയുടെ ഊർജം നഷ്ടപ്പെടുത്തിയത് പിന്നീടുണ്ടായ കത്തോലിക്ക സഭ ഈ സഭയുടെ മൊത്തം നമ്മൾ കാണുമ്പോൾ ആ തകർച്ചയിലേക്ക് എത്തിയത്, കുരിശുദ്ധങ്ങൾ ഉണ്ടായ നഷ്ടങ്ങളെല്ലാം ഈ വിഭജനത്തിൽ നിന്നാണ്. അപ്പോൾ ആദ്യത്തെ പോയിന്റ് അതാണ്, ഡിസ്യൂണിറ്റി ആൻഡ് chaos destroy everything. നമ്മൾ പിന്നീട് എത്രയോ നൂറ്റാണ്ടുകൾക്ക് ശേഷം നമ്മുടെ സഭയുടെ ചരിത്രത്തിലേക്ക് വരുമ്പോൾ ഇത് തന്നെയാണ്. സത്യം വരെ ഒരു സുദീർഘമായ പ്രഭാഷണ ചരിത്രം പറയാൻ സമയം എനിക്കറിയാം. എങ്കിലും പ്രിയപ്പെട്ടവരെ, ചരിത്രം ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. നമ്മൾ അനൈക്യത്തിന് വഴി നടന്നപ്പോഴെല്ലാം അതാണ് കൂനെക്കുറിച്ച് സത്യം വരെയുള്ള ചരിത്രം. ഏകദേശം നമുക്കറിയാമല്ലോ. സഭയുടെ മക്കൾ ഈ സഭയുടെ ഒരു ചരിത്രം പഠിക്കണം. നമ്മൾ ഇങ്ങനെ ആയിരുന്നില്ല. ഈ നമ്മുടെ കേരളത്തിലെ മാർത്തോമ ക്രിസ്ത്യാനികളെ കുറിച്ച് ആദ്യകാലത്തെ ചരിത്രങ്ങളിലൊക്കെ വായിക്കുന്ന നമ്മൾക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ, പ്രിയപ്പെട്ടവരെ, സാമുദായികമായി കേരളത്തിലെ വിവിധ സമുദായങ്ങൾക്കിടയിൽ അസൂയാവഹമായ ഒരു പദവി ആർജിക്കുകയും ചെയ്ത ഒരു സമൂഹമായിരുന്നു സുറിയാനി കത്തോലിക്കര്. രാജ്യത്തിന്റെ സാമ്പത്തിക അഭിവൃദ്ധി ക്രിസ്ത്യാനികളുടെ കപ്പലോട്ടത്തെയും വ്യാപാര വൈവിധ്യത്തെയും ആശ്രയിച്ചിരുന്ന ഒരു കാലമുണ്ട്. ചരിത്രകാരനായ ശ്രീ NK അനന്തകൃഷ്ണൻ ഇപ്രകാരമാണ് പറയുന്നത്: കേരളത്തിലെ ക്രിസ്ത്യൻ സമുദായത്തിന് ഒരു അപൂർവമായ സ്ഥാന ഉന്നതി നൽകുന്നതിന് രാഷ്ട്രീയമായ ഒരു ആവശ്യമുണ്ടായിരുന്നു. സിംഹാസനത്തിൽ തങ്ങൾക്കുള്ള സ്ഥാനം സുരക്ഷിതമാക്കുന്നതിന് എല്ലാ ഉപാധികളും അവർക്ക് ഉപയോഗിക്കേണ്ടി വന്നിരുന്നു. കേരളത്തിലെ ഉന്നതവർഗക്കാരുടെ ഗണത്തിലാണ് അവരെ കണക്കാക്കിയിരുന്നത്. ക്രിസ്ത്യാനികൾ രാജാവിന്റെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലാണ് കഴിഞ്ഞിരുന്നത്. ക്രിസ്ത്യാനികൾ അതിബലവാന്മാരും ശക്തരുമായിരുന്നു. അവരുടെ മെത്രാന്മാരെ രാജാക്കന്മാരെ പോലെ ബഹുമാനിക്കുകയും ഭയപ്പെടുകയും ചെയ്തിരുന്നു. സ്വന്തമായ ഒരു സൈനിക ശക്തി ഉണ്ടായിരുന്ന സമുദായമാണ് നമ്മുടേത്. കേരള ചരിത്രകാരനും കൊച്ചി രാജ്യ ചരിത്രത്തിന്റെ കർത്താവുമായ KP പത്മനാഭൻ അദ്ദേഹം ഇപ്രകാരമാണ് പറയുക: ക്രിസ്തീയ മതക്കാരുടെ സംഖ്യയും ഐശ്വര്യവും വർദ്ധിച്ചു വരുന്നത് ഈ നാട്ടിലെ കൊച്ചിയിലെയും തിരുവിതാംകൂറിലെയും രാജാക്കന്മാർക്ക് പല വിധത്തിലുള്ള സഹായങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒട്ടനവധി രേഖകൾ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്. ആയുധ അഭ്യാസത്തിലും കലാഭ്യാസങ്ങളിലും സന്മാർഗനിഷ്ഠയിലും അവർ സുറിയാനി ക്രിസ്ത്യാനികൾ ഹിന്ദുസ്ഥാനിലെ സ്വദേശികൾ ഇവിടെയുള്ള ആളുകളെക്കാളും അനേകം തലത്തിൽ ഉത്കൃഷ്ടം പ്രാപിച്ചവരായിരുന്നു. കൊച്ചി രാജാവും സാമൂതിരിപ്പാടും ഭയം കൊണ്ടോ ഉപകാര സ്മരണ കൊണ്ടോ അവരുടെ പാരമ്പര്യ പദവികളെ ബഹുമാനിച്ചു പോന്നു. നമ്മളെ ഇന്നിവിടെ ഇരിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെ, വളരെ തിളങ്ങി നിന്ന ഒരു ചരിത്രം നമുക്കുണ്ടായിരുന്നു. ഈ നാട്ടിൽ ആർക്കും നമ്മളെ മാറ്റി നിർത്താൻ പറ്റാത്ത വിധം ജ്വലിച്ചു നിൽക്കുന്ന ഒരു സമുദായമായിരുന്നു നമ്മുടേത്. എന്നാൽ ചരിത്രത്തിലെ സംഭവങ്ങൾ നിങ്ങൾക്കറിയാം. കൂനംകുരി സത്യത്തിന് ശേഷം നമ്മൾ പുത്തൻകൂറ്റുകാരായും പഴയ കൂറ്റുകാരുമായി മാറിയത് മുതൽ ഇങ്ങോട്ടാണ്. ഇനി നിങ്ങളുടെ മുമ്പിൽ രണ്ട് വ്യക്തികളെ ഞാൻ അവതരിപ്പിക്കുകയാണ്. സമയക്കുറവുകൊണ്ടാണ്, ഇത് വ്യാഖ്യാനിക്കണ്ടല്ലോ, സംഭവങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ആദ്യത്തെ ഒരു അൽമായ നേതാവിനെ കുറിച്ചാണ് നമുക്ക് വേണ്ടത്. ജ്വലിക്കുന്ന അൽമായ നേതൃത്വവും സഭയുടെ എല്ലാ തലങ്ങളെയും ദീർഘവീക്ഷണത്തോടെ കാണാൻ കഴിയുന്ന തിഷ്ഠമതികളായ സഭ തനയരുമാണ്. ഈ രണ്ട് തരത്തിലാണ് രണ്ട് വ്യക്തികൾ ഞാൻ അവതരിപ്പിക്കുന്നത്. ഒന്ന് തച്ചിൽ മാത്യു തരകനാണ്. AKCCയിലെ ഒരൊറ്റ മനുഷ്യനും തച്ചിൽ മാത്യു തരകനെ വായിക്കാതെ പോകരുത്. മറ്റൊന്ന്, ഒരുപക്ഷെ വൈദിക ഗണത്തിലും മേൽപ്പെട്ട ഗണത്തിലും ഇന്നേ വരെ പകരം ഒരാൾ ജനിക്കാത്ത വിധം ചരിത്രത്തിൽ തിളങ്ങി നിൽക്കുന്ന നിധിരിക്കൽ മാണിക്കത്തനാരുമാണ്. ഈ രണ്ടുപേരെയും ഓർക്കാതെ ഒരു സമ്മേളനം നമുക്ക് കടന്നു പോകാൻ പറ്റില്ല. തച്ചിൽ മാത്യു തരകൻ 18-ാം നൂറ്റാണ്ടിൽ സീറോ മലബാർ സഭയുടെ ചരിത്രത്തിലും തിരുവിതാംകൂർ രാജ്യത്തിന്റെ ചരിത്രത്തിലും തിളങ്ങി നിന്ന് നിറഞ്ഞു നിന്ന ഒരു അൽമായ പ്രമുഖനാണ്. അദ്ദേഹം സഭാസ്നേഹി, സമുദായ സ്നേഹി, സാമൂഹ്യ പരിഷ്കർത്താവ്, അൽമായ പ്രമുഖൻ, ഉന്നത കുലജാതൻ, സർക്കാരിന്റെ ഗുണകാംക്ഷി എന്നിങ്ങനെ പല രീതിയിൽ അദ്ദേഹം പ്രശസ്തനായിരുന്നു.
1741 നോർത്ത് പറവൂരത്ത് ജനിക്കുന്നു. 18-ാം നൂറ്റാണ്ടിന്റെ കേരള പശ്ചാത്തലം നമുക്കറിയാം. പ്രിയപ്പെട്ടവരെ, ഒരു നലം തികഞ്ഞ അൽമായൻ. ആരാണ് ഒരു യഥാർത്ഥ അൽമായൻ എന്ന് കാർഡിനൽ ന്യൂമാൻ പറയുന്നുണ്ട്. സഭയുടെ വിശ്വാസ പ്രമാണങ്ങളെ പാലിക്കുന്നവരും തക്ക സമയത്ത് അത് വ്യാഖ്യാനിക്കുന്നവരും അതിനെ എല്ലാ സമയത്തും കാത്തു സംരക്ഷിക്കാൻ കെൽപ്പുള്ള ഒരാളെയാണ് നമ്മൾ അൽമായൻ എന്ന് വിളിക്കുന്നത്. ഈ ഡെഫിനേഷൻ അക്ഷരം പ്രതി മാത്യു തരകനിൽ ഉണ്ടായിരുന്നു. മാതൃസഭയോടുള്ള അദ്ദേഹത്തിന്റെ വിശ്വസ്തത 18-ാം നൂറ്റാണ്ടിലെ സഭാ ചരിത്രത്തിൽ തരകന്റെ ഒരു സാന്നിധ്യം, അദ്ദേഹത്തിന്റെ ബുദ്ധി സാമർഥ്യം, വ്യക്തി സാമർഥ്യം, അദ്ദേഹം ആലപ്പുഴയെ ഒരു കച്ചവട കേന്ദ്രമാക്കി മാറ്റി. തരകൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അതൊരു സ്ഥാനിക പദവിയാണല്ലോ. തിരുവിതാംകൂർ രാജാവായിരുന്ന കാർത്തികേയ രാമവർമ്മ രാജാവ് അദ്ദേഹത്തിന് സമ്മാനിച്ചതാണ് തരകൻ പദവി. കുലീനന്മാർക്കും പ്രതാപശാലികൾക്കും ലഭിക്കുന്ന ഒരു പദവിയാണിത്. വിദേശ വ്യാപാരത്തിലൂടെ കോടിക്കണക്കിന് പണം സമ്പാദിക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. രാജ്യത്തിനും സമുദായത്തിനും പുതിയ ചിറകുകൾ തീർത്ത വ്യക്തിയായിരുന്നു അദ്ദേഹം. പ്രിയപ്പെട്ടവരെ, സഭാസ്നേഹി എന്ന നിലയിൽ ആ സമയത്ത് ഈ സമുദായത്തെ ഇവിടുത്തെ രാജാവുമായും രാഷ്ട്രീയ സാഹചര്യങ്ങളുമായി ബന്ധിപ്പിക്കാൻ തരകൻ വലിയ ശ്രദ്ധ ചെലുത്തിയിരുന്നു. അദ്ദേഹത്തിന് പറയുന്നത്, ആ സമയത്ത് തരകന്റെ കാലഘട്ടത്തിൽ പറയുന്നത്, രാജ്യത്തിനും സമുദായത്തിനും ചിറകുകൾ തീർത്ത വ്യക്തി. തിരുവിതാംകൂർ രാജവംശവും സഭയും തമ്മിൽ കിന്നാരം പറയുന്നത് പോലെ ഒരു ബന്ധമുണ്ടാക്കാൻ കഴിഞ്ഞു. നമ്മൾ അതേ വഴി തന്നെയാണ്. ഈ രാജ്യത്തെ, ഈ നാട്ടിലെ രാഷ്ട്രീയ സംവിധാനങ്ങളോട് എങ്ങനെ നമ്മൾ ബന്ധപ്പെടണം, അവരോട് കിന്നാരം പറയുന്നത് പോലെ ഒരു ബന്ധത്തിലേക്ക് എത്താൻ ഈ നാടിന്റെ ഓരോ പ്രതിസന്ധി ഘട്ടങ്ങളിലും ഈ രാഷ്ട്രീയ സംവിധാനങ്ങളെയും ഭരണ സംവിധാനങ്ങളെയും നമ്മൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ ഒരു ബന്ധത്തിന്റെ തലത്തിലേക്ക് കൊണ്ടുവരാൻ അന്ന് തച്ചിൽ തരകൻ ആരംഭിച്ച പരിപാടിയാണത്. നമ്മൾ ആ രീതിയിലേക്ക് കുറെ എത്തുന്നുണ്ടല്ലോ. പ്രിയപ്പെട്ടവരെ, തരകന്റെ സഭാസ്നേഹവും രാജ്യസ്നേഹവും ഒക്കെ പഠിക്കാൻ മാത്രമുണ്ട്. സമഗ്ര സ്വഭാവമുള്ള ഒരു നസ്രാണി സഭയായി തിരുവിതാംകൂർ രാഷ്ട്രത്തിൽ ഈ സുറിയാനി സഭയെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ, വളർത്തിക്കൊണ്ടുപോകുവാൻ അദ്ദേഹത്തിന് സാധിച്ചു. മാർത്തോമ നസ്രാണി സഭയുടെ ചരിത്ര വഴിയിൽ തിളങ്ങി നിൽക്കുന്ന അൽമായ മാണിക്യമാണ് തച്ചിൽ മാത്യു തരകൻ. അദ്ദേഹം നമ്മളെ ജ്വലിപ്പിക്കണം. നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും തച്ചിൽ മാത്യു തരകന്റെ ഒരു തീഷ്ണതയിലേക്ക് എത്തണം. നമ്മുടെ സമുദായ സംഘടനയെ കുറിച്ച് പറയുമ്പോൾ, ഒരു നൂറ്റാണ്ടിന് മുമ്പ് നമ്മുടെ സമുദായവും സഭയും നേരിട്ട പ്രതിസന്ധികൾ അതിജീവിക്കാൻ നമ്മുടെ പൂർവികർ അതിന് രൂപം കൊടുത്ത സമുദായ സംഘടനയാണ് കത്തോലിക്ക കോൺഗ്രസ്. നമ്മൾ അതിന്റെ ചരിത്ര വശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. 1882 നസ്രാണി ജാഥയ്ക്ക് സംഘം രൂപീകരിക്കുകയാണ്. അതിന്റെ കാരണം നമുക്കറിയാം. കൂനം കുരിശ് സത്യം കേരള സഭയിൽ ഉണ്ടാക്കിയ ആ പ്രതിസന്ധിയിൽ നമ്മൾ ഇനി രണ്ടായി പോയാൽ ഈ സമൂഹത്തിൽ നമ്മൾ അപ്രസക്തരായി മാറും എന്ന ചിന്തയിൽ നമ്മൾ ഒരുമിക്കണം. അതാണ് ജാഥൈക്യ സംഘത്തിന്റെ തുടക്കം. അതിന് മുൻകൈയെടുത്ത ഒരു വിശിഷ്ട വ്യക്തി എന്ന് പറയുന്നത് നിധിരിക്കൽ മാണിക്കത്തനാരാണ്. നിധിരിക്കൽ മാണിക്കത്തനാരെ, പ്രിയപ്പെട്ടവരെ, നമുക്ക് വിസ്മയത്തോടെ, അത്ഭുതത്തോടെ കാണാൻ പറ്റുന്ന ഒരാളാണ്. അദ്ദേഹത്തെ ചരിത്രകാരന്മാരൊക്കെ പറയുന്നത് 100 വർഷത്തിൽ ജനിക്കുന്ന ആളുകൾ, 100 വർഷത്തിൽ അങ്ങനത്തെ ജനിസിൽ ഒരാൾ ജനിക്കത്തുള്ളൂ. അതുപോലെ നമ്മൾ വായിക്കും തോറും മനസ്സിലാക്കും തോറും നമ്മളെ ഇങ്ങനെ ആവേശം കൊള്ളിക്കുന്ന ഒരു സഭയിൽ ഒരു പുരോഹിതനെ നമ്മൾ ശുശ്രൂഷ ചെയ്യുമ്പോൾ മാണിക്കത്തനാര് കടന്നുപോയ വഴികളും അദ്ദേഹത്തിന്റെ ദർശനങ്ങളൊക്കെ വായിക്കും തോറും എന്നെ ജ്വലിപ്പിച്ചിട്ടുണ്ട്. അത്ഭുതകരമായ വ്യക്തിപ്രാഭവം, വൈദിധ്യം, ബുദ്ധിശക്തി എല്ലാം ഒത്തിണങ്ങിയ മനുഷ്യൻ. നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന പല ക്രൈസ്തവ പിന്നോക്കാവസ്ഥകൾക്കും 1 നൂറ്റാണ്ട് മുമ്പേ മാണിക്കത്തനാർ പറഞ്ഞു വെച്ചിരുന്ന കാര്യങ്ങളായിരുന്നു. 62 വയസ്സ് വരെ മാത്രം ജീവിച്ചു. സഭയുടെ മനസ്സിന്റെ കെടാവിളക്കാണ് നിധിരിക്കൽ മാണിക്കത്തനാർ. തെക്കേ ഇന്ത്യയിൽ മാണിക്കത്തനാരെ പോലെ ഒരാൾ ഇല്ലായിരുന്നുവെന്നാണ് തിരുവിതാംകൂർ ചീഫ് സെക്രട്ടറി ആയിരുന്ന പി താണുപിള്ള പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് സർവകലാ വല്ലഭൻ, പൗരസ്ത്യ സുറിയാനി ഭാഷയിൽ അഗാധമായ പാണ്ഡിത്യം,
10 ഭാഷകളാണ് അദ്ദേഹം കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. നിയമജ്ഞൻ, സഭാചരിത്രം, മനക്കണക്ക്, കായികാഭ്യാസം, ചതുരംഗം, ഗ്രന്ഥകർത്താവ്. ഒരു പുസ്തകം വായിച്ചാൽ ആ പുസ്തകം അപ്പടി അദ്ദേഹത്തിന്റെ മനസ്സിൽ കോപ്പി പോലെ ഇരിക്കുമായിരുന്നു. അത്രയ്ക്കും കഴിവുണ്ടായിരുന്ന മനുഷ്യനാണ്. സമുദായ സ്നേഹത്തെയും സഭാസ്നേഹവും രാജ്യസ്നേഹവും മാണിക്കത്തിനാൽ സംഗമിച്ചു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, ഒരു കാലഘട്ടത്തിൽ നമ്മുടെ സമുദായം പുറകോട്ട് പോകുമ്പോൾ അതാണ് മാണിക്കത്തനാര് രൂപം കൊടുത്തിരിക്കുന്ന ജാത്യൈക്യ സംഘത്തില് അതിന്റെ നിയമാവലിയിൽ അവർ വ്യക്തമായിട്ട് പറഞ്ഞു എന്തിനാണ് നമ്മൾ ഒരുമിക്കുന്നത്, എന്താണ് നമ്മൾ ഇങ്ങനെ ചേരുന്നത് കൊണ്ടുണ്ടാകുന്നതിന്റെ ഗുണം. അത് നമ്മൾ ഇന്ന് വായിക്കുമ്പോഴും ഒത്തിരിയേറെ പ്രസക്തമാണെന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ കാലഘട്ടത്തിൽ നമ്മുടെ ഈ ജാത്യൈക്യ സംഘത്തിന്റെ നിയമാവലിയിൽ പറയുന്നത് ഇങ്ങനെയാണ്. മാർത്തോമ നസ്രാണികൾ എന്ന് പ്രസിദ്ധനായിരുന്ന മലയാളത്തിലെ സുറിയാനിക്കാർ പഴയ കൂറ്റുകാരെന്നും പുതിയ കൂറ്റുകാരെന്നും പറയപ്പെടുന്ന മതസംബന്ധമായ 2 ഭാഗക്കാരായി പിരിഞ്ഞിട്ട് സന്ധിഭേദം വന്ന ഒരു ദേഹം പോലെ ബലം കുറഞ്ഞ 2 ഭാഗക്കാരായി തീർന്നിരിക്കുന്നു എന്ന് മാത്രമല്ല, ജാത്യൈക്യം പോലെ അത് കൊണ്ടുവരേണ്ട വിദ്യാഭ്യാസം, നാഗരികത, സർക്കാർ ഉദ്യോഗം മുതലായ സാമൂഹ്യമായ ഉയർച്ചകളിൽ വളരെ കുറവുള്ളവരായിരിക്കുകയും ചെയ്യുന്നു. ആകയാൽ ആ താഴ്ചയെ നിവാരണം ചെയ്യുന്നതിന് നസ്രാണി ജാത്യൈക്യ സംഘം എന്ന നാമത്തിൽ ഒരു സംഘടന ഏർപ്പെടുത്തണമെന്നും അതിൽ മാർത്തോമ നസ്രാണികളായ എല്ലാവരെയും ഉൾപ്പെടുത്തണമെന്നും ഈ സംഘം ഉണ്ടാക്കുന്നതിന് ഉത്സാഹകാരികൾ ചിലർ അനേകം സംവത്സരങ്ങൾക്ക് മുമ്പേ വിചാരിച്ചു. അതാണ് അതിന്റെ നിയമാവലി എഴുതിയിരിക്കുന്ന കാര്യം. പ്രിയപ്പെട്ടവരെ, ഞാൻ ചുരുക്കുകയാണ്. നമുക്ക് വേണ്ടത് തച്ചിൽ മാത്തു തരകനെ പോലെയുള്ള ആത്മായ നേതൃത്വമാണ്. നമുക്ക് വേണ്ടത് നിരീരിക്കൽ മാണിക്കത്തനാരെ പോലെയുള്ള സഭാ നേതൃത്വമാണ്. ഇത് രണ്ടിന്റെയും കോമ്പിനേഷൻ നമ്മുടെ പഴയകാല പ്രൗഢിയിലേക്ക് നമ്മളെ തിരികെ കൊണ്ടുപോകും. നമ്മൾ ഒരുമിച്ച് നിന്നില്ലെങ്കിൽ നശിക്കും, സംശയമൊന്നുമില്ല. 92% 2% മാറിയെങ്കിൽ 14% 1% പോലും ആകാതെ മാറാൻ അധികം കാലങ്ങൾ വേണ്ട എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഈ ഒരുമയിലേക്ക് പ്രിയപ്പെട്ടവരെ നമുക്കത് സ്വപ്നം കാണാം. നമ്മുടെ സഭാ നേതൃത്വം നിരീരിക്കൽ മാണിക്കത്തനാരെ പോലെ ഒരു സഭാ നേതൃത്വം നമുക്കുണ്ടാവണം. തച്ചിൽ മാത്തുതരകനെ പോലെ സമുദായത്തെ സ്നേഹിക്കുന്ന ആത്മായർ നമുക്കുണ്ടാവണം. അതിന്റെ എല്ലാ സാധ്യതകളും നമുക്കുണ്ട്. പ്രത്യേകിച്ച് AKCC ഈ ഒരു കാലഘട്ടത്തിൽ ഒരു പുതിയ കുതിപ്പ് നടത്തുന്നത് ഞാൻ സൂചിപ്പിച്ചുവല്ലോ. പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ച് തലശ്ശേരിയിൽ ഞങ്ങൾ ഈ വർഷം സമുദായ ശാക്തീകരണ വർഷം ആചരിക്കുമ്പോൾ AKCC ആണ് പ്രധാനമായി എല്ലാ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്നത്. വലിയ ലക്ഷ്യങ്ങൾ നമുക്കുണ്ട്. സിറോ മലബാർ സഭയിൽ ഒരുപക്ഷെ വളരെ പ്രതീക്ഷയോടെയാണ് തലശ്ശേരിയിലേക്ക് സഭ നോക്കുന്നതെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ പ്രതീക്ഷ നമുക്ക് വേണ്ടി മാത്രമല്ല, ഈ നാട്ടിലെ നമ്മുടെ സമുദായത്തിന് മുഴുവൻ എല്ലാ രൂപതകളുടെയും ഒരു ഉണർവിലേക്ക് അത് നയിക്കണം. അഭിയന്റെ പിതാവിന്റെ നേതൃത്വം നിരീരിക്കൽ മാണിക്കത്തനാരെ പോലെ ഒരു നേതൃത്വത്തിന്റെ വഴിയിലാണ് പിതാവെന്ന് മാത്രം ഞാൻ പറയുകയാണ്. അതിനപ്പുറത്തേക്ക് പിതാവിനെ കുറിച്ച് പറയുന്നില്ല. ഞാൻ കൂടെ പ്രവർത്തിക്കുന്നവർ പൊതുവേദിയിൽ ഒത്തിരി ഭംഗിവാക്ക് പറയുന്നത് അത് ശരിയല്ലാത്തത് കൊണ്ട് ഞാൻ ചുരുക്കുകയാണ്. ഒരുമിച്ച് പ്രവർത്തിച്ചപ്പോഴൊക്കെ ഞാൻ നിരീരിക്കൽ മാണിക്കത്തനാരെ പോലെ തന്നെയാണ് എനിക്ക് പിതാവിനെ കുറിച്ച് വന്നിട്ടുള്ളൂ. ഇത്രമാത്രം വൈഭവമുള്ള ഒരാള്. മരിച്ചുപോയ ചാലിലച്ചൻ, ചെമ്പേരിക്കാരൻ ചാലിലച്ചൻ ഒരിക്കൽ എന്നോട് പറഞ്ഞ ഒരു കാര്യം അനുസ്മരിക്കുകയാണ് ഞാൻ. പിതാവിനെ കുറിച്ച് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു. പാമ്പ്ളാനി പിതാവിനെ കുറിച്ച് എനിക്ക് ഇതേ പറയാനുള്ള ബിജു. 100 വർഷത്തിൽ ഒരിക്കലാണ് സഭയിൽ ഇങ്ങനെ ആളുകൾ വരുന്നത്. ആ ജനസിൽ നിൽക്കുന്ന ആളാണ് നമ്മുടെ പിതാവ്. അദ്ദേഹം മരിച്ചുപോയി. അന്ന് റീജൻസി കാലം കഴിഞ്ഞ് സെമിനാരി പഠനത്തിന്റെ സമയത്തൊക്കെ ചാലിച്ചിനുള്ള ബന്ധത്തിന്റെ പുറത്തുള്ള ആത്മബന്ധത്തിലായിരുന്നു ചാലിച്ചിനോട് ആ ഷെയറിംഗ് നടത്തിയത്. നമ്മുടെ അൽമായര് തച്ചിൽ മാത്തു തരകനെ പോലെ ശ്രേഷ്ഠനായ സാമ്പത്തിക മേഖലയിലും രാഷ്ട്രീയ മേഖലയിലും ഒക്കെ നിളങ്ങി നിൽക്കുന്ന, മാറ്റി നിർത്താൻ പറ്റാത്ത ഒട്ടനവധി തച്ചിൽ മാത്തു തരകന്മാര് നമ്മുടെ നാട്ടിലുണ്ട്, ഈ സമുദായത്തിലുണ്ട്. നമ്മൾ ഒരുമിച്ചാൽ ആർക്കും നമ്മളെ മാറ്റാൻ പറ്റുകയില്ല. പ്രിയപ്പെട്ട ഫിലിപ്പച്ചന്റെ വലിയ അധ്വാനം ഈ പ്രൗഢഗംഭീരമായ ഈ യോഗത്തിനുണ്ട്. അച്ഛനെല്ലാ ആശംസകൾ നേരുന്നു. ഈ ദിനം ബാക്കി പ്രോഗ്രാമുകളൊക്കെ ഏറ്റവും മനോഹരമായിട്ട് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.